ഇത് എന്തൊരു മറ്റടുത്ത വർത്തമാനം. ഒരാള് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറയണ്ടേ? 77-ല് ബിജെപിക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു പറ? അന്നേരം കളിയാക്കിയോ? എത്ര ഉണ്ട്? ബാബരി മസ്ജിദ് പൊളിച്ചു. 15 വർഷം ഡൽഹി കണ്ടിന്യൂസ് ഭരിച്ചു. ബാബരി മസ്ജിദ് പൊളിച്ചു. ബാബരി മസ്ജിദ് പൊളിച്ചെങ്കിൽ ബാബരി മസ്ജിദ് പൊളിച്ചാണ് രണ്ടിൽ കൂടെ അങ്ങ് എത്തിയത്. എന്നിട്ട് 91 രാജീവ് ഗാന്ധിക്ക് എത്ര സീറ്റ് കിട്ടി? എത്ര സീറ്റ് കിട്ടി? 234. യാത്ര എന്തിനായിരുന്നു? രഥയാത്ര എന്തിനാ പറയൂ. അതിനുശേഷം എത്ര സീറ്റ് കയറി? കോൺഗ്രസിനെ ഈ പറയുന്ന സോണിയാഗാന്ധി ഒരുവിധം ആ നിലയിൽ എത്തിച്ചു. നിങ്ങൾ ഇരിക്കുന്ന രാഷ്ട്രീയ അറിയത്തില്ലെന്താ വിചാരം? ആരോട് ചോദ്യം ചോദിക്കുമ്പോ രാഹുൽ ഗാന്ധി, നെഹ്റു, അംബേദ്കർ, അരവിന്ദ് കെജ്രിവാൾ നാണമില്ലേ? ഏത് പാർട്ടിയാ? എത്ര പാർട്ടി മാറി? എന്താ നിങ്ങളുടെ രാഷ്ട്രീയ? നീ ഓലപ്പാമ്പ് കണ്ട പേടിക്കില്ല എന്ന് പറഞ്ഞു. ഓലപ്പാമ്പ് കണ്ട ഞാൻ പേടിക്കില്ല, പക്ഷെ ഇവൻ ശരിക്കും പാമ്പാടാ. പക്ഷെ നേതാവിനെ തെരഞ്ഞെടുക്കണം. ഈ പാർട്ടിയിലാണെ ആളും പേരും ഇല്ല. ആ സമയത്ത് അമ്മുമ്മയ്ക്ക് ഈ ആളും പേരും പാർട്ടിയുടെ കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിയാകാൻ മനക്കോട്ട കിട്ടി വന്ന ആരാണ് പറയുന്നത്? പാർട്ടിയിലെ ആളും പേരും ആണോ ഇല്ല പറയാനായിട്ട്? എനിക്ക് എന്നിട്ട് അകല് പോയത് ആളും പേരോ ഞാനാണെങ്കിൽ ഒരു ആവേശത്തിന് ഒരു വെല്ലുവിളി. രാഹുൽ ഗാന്ധി ആളില്ലാത്ത കോൺഗ്രസ് പിടിച്ചു വെക്ക്. ആളില്ലാത്ത കോൺഗ്രസിൽ നിന്ന് ജില്ലാ കമ്മിറ്റി ഇല്ലാത്ത കൊല്ലത്തെ 2020 ജില്ലാ പ്രസിഡന്റ് ആവാൻ പോയി. അതാണ് നല്ലത്. ആളില്ലാത്ത പാർട്ടിയായിരുന്നു കെജ്രിവാളിന്റെ പോയി കോൺഗ്രസ്. ആളില്ലാ പാർട്ടിയെ കോൺഗ്രസിന്റെ കൊട്ടാരക്കര സീറ്റ് മോഹിക്കുക. എന്നിട്ട് കിട്ടാതെ ആളില്ലാ പാർട്ടിയെ 2020യുടെ ആ സ്ഥാനാർത്ഥിയാവാൻ കെഞ്ചുക. ഈ 1900 നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇത് എന്തൊരു മറ്റടുത്ത വർത്തമാനം. ഒരാള് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറയണ്ടേ? 77-ല് ബിജെപിക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു പറ? അന്നേരം കളിയാക്കിയോ? എത്ര ഉണ്ട്? ബാബരി മസ്ജിദ് പൊളിച്ചു. 15 വർഷം ഡൽഹി കണ്ടിന്യൂസ് ഭരിച്ചു. ബാബരി മസ്ജിദ് പൊളിച്ചു. ബാബരി മസ്ജിദ് പൊളിച്ചെങ്കിൽ ബാബരി മസ്ജിദ് പൊളിച്ചാണ് രണ്ടിൽ കൂടെ അങ്ങ് എത്തിയത്. എന്നിട്ട് 91 രാജീവ് ഗാന്ധിക്ക് എത്ര സീറ്റ് കിട്ടി? എത്ര സീറ്റ് കിട്ടി? 234. യാത്ര എന്തിനായിരുന്നു? രഥയാത്ര എന്തിനാ പറയൂ. അതിനുശേഷം എത്ര സീറ്റ് കയറി? കോൺഗ്രസിനെ ഈ പറയുന്ന സോണിയാഗാന്ധി ഒരുവിധം ആ നിലയിൽ എത്തിച്ചു. നിങ്ങൾ ഇരിക്കുന്ന രാഷ്ട്രീയ അറിയത്തില്ലെന്താ വിചാരം? ഇതിപ്പോ ഒരു നാണക്കേടുണ്ടോ? ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കാം? നിങ്ങൾ ചോദിച്ചാ മറുപടി വരത്തില്ലെന്നാ വിചാരം? അഖിൽമാരാർ 2 മാസം അങ്ങനെ പുറത്തു വന്നു. ആഷ്മി ഇവിടോട്ട് നിലപാടില്ലായ്മയുടെ അപ്പോസ്തലാവുന്നു. അരവിന്ദ് കെജ്രിവാൾ, സീതാറാം കേസരി, സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി നിലപാട് മാറ്റം പറയുമ്പോൾ ഗാന്ധി മാറ്റില്ലെന്ന് ചോദിക്കുന്നത്. പേര് നാവിട്ടടിച്ചിട്ട് എല്ലാ കാലം പറ്റിക്കാൻ പറ്റും. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കൊന്നും ഇപ്പോ പഴയ മധുരമില്ല. കമലാ നെഹ്റു നല്ല പേര് തന്നെയായിരുന്നു. പക്ഷെ ഇവർക്കൊരു നാണക്കേട്. നെഹ്റു എന്ന് വെച്ചാൽ കൊള്ളത്തില്ല. ഇന്ദിരാ കമലാ നെഹ്റു എന്ന് വെച്ചാൽ ജനം അംഗീകരിക്കത്തില്ല പോലും. എന്താ നെഹ്റു അത്ര മോശക്കാരനായിരുന്നു? ഇന്ദിരാ കമലാ നെഹ്റു എന്ന പേര് എത്രയോ മികച്ച പേരാ. അപ്പൊ ഇന്ദിരാ കമലാ നെഹ്റു എന്ന പേര് മാറ്റി ഭർത്താവിന്റെ പേര് ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ മാറ്റർ അഖിലിന് മാരാർന്ന് ചേർക്കാമെങ്കിൽ ഇന്ദിരക്ക് ചേർക്കാം. അതെന്നെ ജാതിയതായിരുന്നു. നിങ്ങൾക്ക് ജാതി പേര് ചേർക്കാമെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം. അത് അവരുടെ സ്വാതന്ത്ര്യം. ഭർത്താവിന്റെ പേര് ചേർക്കണോ അച്ഛന്റെ പേര് ചേർക്കണോ എന്ന് അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ജാതി പേര് ചേർക്കാമെങ്കിൽ 15 വർഷം പേര് ചേർത്തൂടെ? ഞാൻ പറയാം ചേർത്തൂടെ? ഈ ഹാഷ്മി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മള് ഞാൻ തെരഞ്ഞെടുപ്പ് അഖിൽ കോട്ടാത്തല, അതായത് ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് എന്റെ പേര് അഖിൽ കോട്ടാത്തല എന്നായിരുന്നു. സിനിമ എടുക്കാൻ വരുന്ന സമയത്ത് കോട്ടാത്തല എന്ന പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോ KOTTATHA എന്നുള്ളതിനെ ചിലർ കൂട്ടാത്തല എന്നും കൊട്ടത്തല എന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തുടങ്ങി. അപ്പൊ ജോജുവും എന്റെ നിർമ്മാതാവും ഒക്കെ പറഞ്ഞു, എടാ കുറച്ച് ഞാൻ ചെറിയ പയ്യനും കൂടിയാണല്ലോ, ഈ വലിയ സുമാർ അഴീക്കോട് സത്യനന്ദിക്കാട് ഈ കാലഘട്ടമൊക്കെ മാറി പേരിന് ഒരു ഗുമ്മൊക്കെ വരണം. അങ്ങനെ ഞാൻ ന്യൂമറോളജി പ്രകാരം ഒരു 5 പേര് സെലക്ട് ചെയ്തു. പ്രകാരം സ്വന്തം പേര് മാറ്റാം. ഇന്ദിരാഗാന്ധിക്ക് കെട്ടിയവന്റെ പേരിന്റെ ഇനിഷ്യലൊന്നും അല്ല. എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും ഇത് ഒരുപോലെ ബാധകമാകണമല്ലോ. എന്റെ അതേ കാര്യം ഉണ്ടായിരുന്നാ മതി. എന്റെ അതേ കാര്യം എനിക്ക് ഞാൻ മാറ്റി എന്നോണ്ടാന്നറിയോ? മറ്റുള്ളവരുടെ പേര് ഞാൻ മാറ്റിയത് എന്റെ പേരിനൊപ്പമുള്ള കോട്ടാത്തല കൊള്ളത്തില്ല എന്ന് അന്നേരം തോന്നിയത് കൊണ്ടും കുറച്ചുകൂടെ ഗുമ്മ കിട്ടാൻ വേണ്ടിയിട്ടും തന്നെയാണ്. നമ്മൾ എന്താണ് കേൾക്കുന്നത്? അങ്ങനാണോ അച്ഛനായ നെഹ്റുവിനെ മാറ്റി ഗാന്ധിയെ കൂടെ കൂട്ടിയത്? കോട്ടാത്തല എന്താ? അച്ഛനായ നെഹ്റുവിനെ അഖിൽമാരാറിന്റെ അച്ഛന്റെ പേര് എഴുതാതെ മാരാറിനെ ചോദിച്ചതിനേക്കാൾ ഭേദമാണ് ഭർത്താവിന്റെ പേര് ചേർക്കുന്നത്. പോവാം.
ഇനി നിന്ന വേലായുധം കരയുന്നത് എല്ലാവരും കാണും. എന്റെ അച്ഛന്റെ പേരാ വെച്ചത്. രാജേന്ദ്ര കുമാർ അല്ല എന്റെ അച്ഛന്റെ പേര് ആരായിരുന്നു പേരുള്ള അച്ഛന്റെ പേര് മാറ്റി. അല്ലല്ല ഒന്ന് അച്ഛന്റെ പേര് അച്ഛന്റെ പേര് കോട്ടാത്തലയായിരുന്നു. രാജ്യത്തെ അച്ഛന്റെ പേര് കോട്ടാത്തലയായിരുന്നു അതിനു മുമ്പ്. അഖിൽ കോട്ടാത്തലയായിരുന്നു. അച്ഛന്റെ പേര് കോട്ടാത്തലയായിരുന്നു. അല്ലല്ലോ രമേശ് ചെന്നിത്തല അച്ഛന്റെ പേര് ചെന്നിത്തല. അതല്ലെന്ന് അവരുടെ കാര്യം വിട്. അഖിൽ മാറ്റിയ മാറ്റി അഖിൽ എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റണോ? ആഷ്മി ഞാൻ പറഞ്ഞത് അഖില് അത് കൊള്ളില്ല. അഖില് ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്നു, ഇടയ്ക്കിടയ്ക്ക് പാർട്ടി മാറുന്നു. എന്നിട്ട് അഖിൽ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെ ഓടി ചെയ്യുന്നു. ആദ്യം സ്വന്തം കാര്യം ചാറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. പോരെ? അപ്പൊ പിരിയാലോ? അപ്പൊ ശരി, ഇന്നത്തേക്കിന് പിരിയാം.